ഹായ്, ഹലോ. നമ്മളിന്ന് ഗുഡ് ഈവനിങ്ങിലാണ് വന്നേട്ടോ. ഇന്ന് നമ്മളെ വീട്ടിൽ അമ്പലത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ നമ്മളെ തറവാട്ടുകാരെല്ലാവരും വന്നു, നമ്മളെ ഫാമിലിയും വന്നു, എല്ലാവരും വന്നു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ, സന്തോഷമായിട്ടിരിക്കണോ? ഇന്ന് ഞായറാഴ്ചയില്ലേ? അയ്യടാ, ഹാപ്പി ആയിട്ട് ഇരിക്കായിരിക്കില്ലേ? നല്ല ഫുഡൊക്കെ കഴിച്ചോ? ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയോ? എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മൾ കഥയിലേക്ക് പോവാട്ടോ. ഞാനൊരു വട്ടം പറഞ്ഞു കഴിഞ്ഞു, ഈ ഡെക്സേനൊക്കെ പിടിച്ച് കാണിച്ചൊക്കെ തന്നു നോക്കുമ്പോൾ വീഡിയോ പോസ്റ്റിങ് കഴിഞ്ഞു. അപ്പം നമ്മൾ കൂടുതലൊന്നും വിശേഷം പറയണില്ല. നമ്മളെ മോള് ഇനിയും എന്താണാവോ വരുന്നത്, ബുധനാഴ്ച ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ചൊവ്വാഴ്ച രാത്രി. അതവിടെ ഇരിക്കട്ടെ, അവൾ വരുമ്പോൾ വരട്ടെ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് മന്തിയരിയും ബിരിയാണി അരിയും അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളെ ഉണ്ണിയാട്ടം പോയാലും നമുക്ക് അതൊന്നും കിട്ടില്ല. ബാക്കി നെയ്യ് മറ്റ് കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ണിയാട്ടിൻ്റെ അടുത്ത് പറയാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ബിരിയാണിക്ക് കഴിച്ചോ, ഹാപ്പി ആയോ, ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചോന്നൊക്കെ തോന്നുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ പോസ്റ്റിങ് ചെയ്യുന്നു. അപ്പം എൻ്റെ കുട്ടികളൊക്കെ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ നമുക്ക് ടൊറ്റ ബൈ പോകണ്ടേ, പണിക്ക് പോകണ്ടേ, വർക്കിന് പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് ഞാൻ ഈ കഥ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം നമ്മളെ ഹരി ഇന്നലെ എന്തിരുന്നു, ഫോണിൽ വെച്ച് കാത്തിരുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മഞ്ജുവിൻ്റെ വിളിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവന് ഭയങ്കര നിരാശയായി. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വന്ന് അപ്പം അവൻ രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേനും വിചാരിക്കുകയാണ് പിന്നെ കടയിലേക്ക് പോയിട്ട് രണ്ടാമത്തെ ആഴ്ചയായി, ഇനി ശനിയാഴ്ച എന്തായാലും പോകണം, കണക്ക് വരവുകളൊക്കെ നോക്കണം, 8-ാം തീയതി എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന ദിവസമാണ്, ഇനിയിപ്പോൾ പോകാണ്ടിരുന്നാൽ പറ്റൂല, ചടഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കടയൊക്കെ നഷ്ടത്തിലേക്ക് പോകും. പക്ഷെ നല്ല വിശ്വസ്തമാരട്ടോ അവൻ്റെ ജോലിക്കാർ, അതുകൊണ്ട് തന്നെ അവന് നല്ല ധൈര്യമുണ്ട്. അപ്പോൾ വിചാരിക്കും ഞാൻ എന്തായാലും വേണ്ടില്ല, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് കടയിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഫോണിന് കാവലിരിക്കാം. ഫോണ് വരും 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ മഞ്ജുമോള് വിളിച്ചില്ല, എന്താണ് അവൻ വിളിക്കാത്തിരുന്നത്. അങ്ങനെ അവൻ ഇന്ന് എന്തായാലും വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം പോകാന്നുള്ള തീരുമാനത്തോടെയൊക്കെ നിന്ന് അങ്ങനെ അവൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തോർത്തുണ്ടൊക്കെ എടുത്ത് തലയിലൊക്കെ ഒന്ന് കെട്ടി അങ്ങനെ ബാത്റൂമിലേക്ക് പോവുക കുളിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉണ്ടാവും ഫോൺ ബെല്ലടി. അപ്പടി ചാടി പെടഞ്ഞ് ഫോണിൻ്റെ അടുത്ത് എത്തല് കഴിഞ്ഞിട്ട് അപ്പോൾ എത്തുമ്പോൾ വിചാരിക്കുക എപ്പോഴും ഞാൻ ഈ ഫോൺ ഇങ്ങനെ ഓരോരുത്തർ തുരത്തിലാ വിളിക്കുന്നുണ്ട്. എന്തോ പിന്നെ നമ്മളെ കടയിലെ പിള്ളേർ എല്ലാവർക്കും നമ്പർ വേണം. ഹരിനെ വിളിക്കുന്നവർ നമ്പറൊക്കെ വീട്ടിലെ നമ്പർ കൊടുത്തിട്ട് നല്ല വിലയല്ലേ ഇരുന്ന്. അപ്പോൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ ഓടിപ്പോയിട്ട് നിരാശ, ഇത്രയും ദിവസം നിരാശയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ നിരാശയോടുകൂടി എന്നെ ഫോണെടുത്ത് ഹലോ നോക്കിയോ, ഹലോ നോക്കുമ്പോൾ ആരാ അത് നോക്കിയോ, ഒരു കുയിൽ നാദം. ഇപ്പോൾ മഞ്ജുമോള്. അപ്പോഴേ ഹരി ഇങ്ങനെ എന്തോ സ്റ്റെക്കായിപ്പോ. അപ്പോൾ വിളിച്ചേക്കും ഹരി. അപ്പോൾ ആരാത് ചോദിച്ചില്ല, ആരാത് ഒന്നും കൂടി ചോദിക്കുക. അപ്പോൾ പറയും ഹരിൻ്റെ മഞ്ജുവാണ് വിളിക്കണത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിന് ഭയങ്കര കുളിർമ കേട്ടോ, ഭയങ്കര കുളിർമ. അങ്ങോട്ട് കുളിർത്ത് പെയ്തു. അവൻ കുളിക്കാണ്ട് തന്നെ അവൻ കുളിച്ച പോലെയായി. കുളിച്ചാലും നമുക്കൊരു സുഖം ഉണ്ടാവില്ല, അങ്ങനെയായിട്ടോ. അപ്പോൾ അവൻ ചോദിക്കും എന്താ മഞ്ജു ഒന്നും. അത് കേട്ടപ്പോൾ അത് കുളിർമോട് കൂടി ഇങ്ങനെ കുളിർത്ത് നിൽക്കാൻ മിണ്ടാണ്ട്. അപ്പോൾ വിളിച്ച് ഹരി എന്താ മിണ്ടാത്തേ? അപ്പോൾ പറയും എന്താ എൻ്റെ തമ്പുരാട്ടിക്ക് അവിടെ എൻ്റെ മാലാഖയ്ക്ക് അവിടെ സുഖമാണോ, സുഖമായിട്ടിരിക്കണോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹരീൻ്റെ ചാരത്തിൽ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ, എനിക്കിവിടെ എന്താ സുഖം, എനിക്ക് ഒരു സുഖമില്ല, എനിക്ക് എൻ്റെ ഹരീനെ കാണണം എന്നറിയാം. അപ്പോൾ ഈയിടാ പിന്നെ അവൻ്റെ ഡാഡി ഇവിടെ പോയി, എന്താ ഇത്രയും ദിവസം വിളിക്കാണ്ടിരുന്ന് ഞാൻ എത്ര സങ്കടപ്പെട്ടെന്നറിയോ. അപ്പോൾ അവളറിയാം ഡാഡി ഇത്രയും ദിവസം പുറത്ത് പോകാണ്ടിരിക്കില്ലേ, ഞാൻ വന്ന പഠനം എൻ്റെ റൂമിലെ ഫോണൊക്കെ ഡാഡി മേലെ കൊണ്ടുപോയി വെച്ച്. അവളെ റൂമിൽ ഫോണുണ്ട്, ഡാഡീൻ്റെ റൂമിൽ ഫോണുണ്ട്, ഡേനിയാളിൽ ഫോണുണ്ട്, അങ്ങനെ ഫോണിൻ്റെ അമ്മനട്ടോ അവരെ വീട്ടിൽ. അന്ന് എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ ഉള്ള വീട് എന്ന് പറഞ്ഞാൽ നല്ല പൈസക്കാരുടെ വീടുണ്ടാവുക. നമ്മളൊക്കെ ഇങ്ങനെ ഫോണുള്ള വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആട്ടോ. അപ്പോൾ ഇവള് ഇങ്ങനെ അത് പറയും ഡാഡി കൊണ്ടുവച്ചില്ല, പിന്നെ എനിക്ക് ഹരീനെ വിളിക്കണമെങ്കിൽ ഡാഡി ഇവിടുന്ന് അങ്ങ് പുറത്തേക്ക് പോവണ്ടേ, എന്നിപ്പോൾ ഡാഡി ഒന്ന് പുറത്തേക്ക് പോയ തപ്പിന് ഞാൻ വിളിക്കുകയാണ് ഹരീനെ എന്നറിയും. അപ്പോൾ പറയും അവൻ ചോദിക്കും ഹരിക്ക് അല്ല മോളെ ഡാഡി ഇറക്കിയേ. അപ്പോൾ ചോദിക്കും എന്താ ഹരി കടയിൽ പോകാതിരുന്നത്? അപ്പോൾ
മഞ്ജു ഇങ്ങനെ ഞാൻ കടയിൽ പോകാത്ത പറഞ്ഞേ. അപ്പോൾ പറയും ഇപ്പം വീട്ടിലെ നമ്പറിലല്ലേ ഞാൻ വിളിച്ച, ഹരി വീട്ടിലില്ലേ. ആ ഞാൻ കടയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞിട്ട് തന്നതാ നമ്പർ. ആ അപ്പോൾ എന്താ പോവാതിരുന്നു, എനിക്ക് എന്ത് എടുക്കുമായിരുന്നു അവിടെ, എനിക്കത് അറിയണം. കടയിൽ പോകാണ്ട് എന്തെടുക്കുമായിരുന്നു ഞാൻ. എൻ്റെ മോളെ സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കുക തന്നെ ഇവിടെ നിന്ന്. അപ്പോൾ ഓള് പറയും സ്വപ്നം കണ്ട് കിടന്നാൽ മതിയോ, നമ്മളെ സ്ഥാപനമൊക്കെ അടിച്ചു പൂട്ടി പോകൂലേ, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ എന്താണ് തെരുവിലായി പോവുമെന്നല്ല, പിച്ചപാത്രം എടുക്കുന്ന ഗതി ആവുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും ഇല്ല മോളെ ഹരിയേട്ടൻ രാജകുമാരിൻ്റെ മാതിരി നോക്കൂലേന്നറിയും. അതൊക്കെ എനിക്കറിയാം. എനിക്ക് എൻ്റെ ഹരീൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ച അത് ഇഷ്ടത്തിലും കഷ്ടത്തിലൊക്കെ ഞാൻ കൂടെ ഉണ്ടാവൂലേ, എനിക്കതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ചോദിക്കും മോളെ ഡാഡീൻ്റെ വിവരം എന്താ ഉള്ളത്, വല്ല മനമാറ്റം ഉണ്ടോ. അപ്പോൾ വന്നിട്ട് ഇത്ര ദിവസമായി ഹരീൻ്റെ മുഖത്ത് നോക്കിയില്ല, ഇതുവരെ മിണ്ടിയിട്ടുമില്ല. അപ്പം എന്താ പുള്ളീൻ്റെ പ്ലാന്, എന്താ ഈ മൗനത്തിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. എന്നോട് മിണ്ടിയില്ല. എന്നിപ്പോൾ പോയതും ഞാൻ ഓടി വന്ന ഹരീനെ വിളിക്കുകയാണെന്ന് അവൾ പറയട്ടോ. അപ്പോൾ അവൾ പറയും ഡാഡി പോയ തക്കം നോക്കി ഞാൻ എൻ്റെ പൊന്നിനെ ഓടി വന്ന് എൻ്റെ പൊന്നിനെ വിളിക്കുകയാണെന്ന് അറിയട്ടോ, കൊഞ്ചി അവളെ. അപ്പോൾ അവൻ പറയും പിന്നെ അവൾ ചോദിക്കും എന്നാ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എപ്പോഴാണ് വരേണ്ടത്, എപ്പം വരണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എത്തൂല, എൻ്റെ മോളെടുത്ത് പറന്നെത്തൂലേ അറിയാം. അപ്പോൾ പറയും ഓ അത് മതി ഹരി, ഡാഡീൻ്റെ മനസ്സെന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കുക, എന്നിട്ട് ഞാൻ വിളിക്കട്ടോ, അപ്പോൾ വന്നാൽ മതിട്ടോ, ഞാൻ പറയുമ്പോൾ വന്നാൽ മതിട്ടോ എന്നറിയും. അപ്പോൾ പറയും ഓക്കെ. അപ്പോൾ പറയും ഹരി എൻ്റെ ഡാഡി പെട്ടെന്ന് വരും, എൻ്റെ ചെറുമ്മേനെ ഒന്ന് വിളിക്കോ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ ഞാൻ ഇപ്പോൾ വിളിക്കാറുണ്ട്, ഓടും കേട്ടോ ഫോണ് പിന്നെ ഇതിൽ വെക്കാണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് അമ്മച്ചി വിളിക്കണട്ടോ. അമ്മച്ചി വരില്ല, ജിഷയ്ക്ക് വരിക. അവൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ അവൻ മനസ്സിൽ വിചാരിക്കാൻ ഞാൻ ഇന്ന് വരെ മഞ്ജു പോയതിൻ്റെ ശേഷം ഞാൻ ഇതുവരെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല, അവിടുത്തെ വിവരം അറിഞ്ഞില്ല. പിന്നെ അവരും കാണലും 2-3 പ്രാവശ്യം ചെറിയമ്മ വന്ന് വിവരങ്ങളൊക്കെ ചോദിക്കും, അവൻ്റെ അടുത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയണുള്ളൂ. പിന്നെ ഒന്നും ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ജിഷയ്ക്ക് എന്താ അരിയട്ടാ ആ വീടെ വന്ന്. അപ്പോൾ അവ പറയും എടി അമ്മച്ചിനെ വിളിക്കുക. അവർ അമ്മയ്ക്ക് സുഖമില്ല, അമ്മ കിടപ്പാണ്, പനിയൊക്കെയാണ്. ചേച്ചി മഞ്ചേച്ചി വിളിച്ചിനിടി, ചെറിയ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അറിയാം അമ്മയ്ക്ക് വയ്യ, ഞാൻ വരാം, ചേച്ചി വിളിച്ചു പെണ്ണ് ഓടിച്ചാടി ഓനേക്കാളും മുന്നേ ഫോണിൻ്റെ അടുത്ത് എത്തിയിരിക്കും. ഹലോ ചേച്ചി മോളെ ഇന്ന് കോളേജിൽ പോയില്ല. അപ്പോൾ ഇല്ല പോയില്ല ചേച്ചി, പോയില്ലല്ലേ. എൻ്റെ ചെറുമ്മയ്ക്ക് എന്താ പറ്റിയേ? പറയും ചെറിയമ്മയ്ക്ക് പനി. ഡോക്ടറെ അടുത്ത് പോയോ? അല്ല ചെറിയമ്മ ഇടയെന്ന് വയ്ക്കും. അപ്പോൾ അറിയാം ചെറുമ്മയ്ക്ക് വയ്യ പനി. അപ്പോൾ ഒക്കെ സങ്കടം, അയ്യോ എൻ്റെ ചെറുമ്മയ്ക്ക് എന്താ പറ്റിയേ, ഡോക്ടറെ അടുത്ത് പോ ജിഷ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ജിഷായിരിക്കും പറയണ്ടില്ല എന്നെ ചേച്ചിനോട്. വലിയ ചേച്ചി അധികമൊന്നും ഇല്ല, ഞാൻ പിന്നെ ചേച്ചി അറിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണെന്ന് പറയും. അപ്പോൾ പറയും മോള് മനേജിനെ കാണലുണ്ടോ? പറയും അപ്പോൾ ഒന്നും ഇല്ലല്ലോ, അവൾക്ക് സങ്കടം, അവൾക്ക് അറിയാട്ടോ മഞ്ജു വിളിച്ചപ്പോൾ. അപ്പോൾ മോളെ സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരിക, നമ്മളെ ഹരിയേട്ടനല്ലേ എന്നെ കല്യാണം കഴിക്കുക, അപ്പോൾ ഞാൻ അങ്ങോട്ട് വരൂലേ. എൻ്റെ മോളെ എന്തിനാ സങ്കടപ്പെടണേ, ഞാനും ഹരിയേട്ടനും മോളെ കാര്യം പറഞ്ഞിട്ട് മനോജിനെ കൊണ്ട് എന്നെ മോളെ കെട്ടിക്കും പറഞ്ഞപ്പോഴത്തേ പിന്നെ നല്ല എങ്ങി കറിയാൻ തുടങ്ങി, ഒന്നും നടക്കാണ്ട് മഞ്ജു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ പറയും മോളെ ഡാഡി ഇപ്പോൾ വരും, പിന്നെ ഏച്ചി വെക്കട്ടെ എന്നാലെന്ന് പറയും. അപ്പോൾ ഒക്കെ മിണ്ടില്ല, എന്താണെന്നും മിണ്ടാത്ത. അപ്പോൾ മോള് എന്നാൽ ശരി മോള് വെച്ചട്ടോ എന്ന് പറയും. അപ്പോൾ ഇവൻ വെക്കലേ അറിയുമ്പത്തിന് വെക്കലേ ചെയ്യും, പിന്നെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ. അങ്ങനെ എടിക്ക് തരണ്ടില്ലേനിടെ അറിയാട്ടോ, ഏച്ചി വെക്കട്ടെ പറഞ്ഞ് വെച്ചു, അതാണ്. എന്നാൽ നീ എന്തിനാ കരയണേ, അവളെന്താ പറഞ്ഞേ? ഒന്നുമില്ല. അല്ല ആ വീടുന്ന് നല്ല ക്ഷീണുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ കുട്ടികളെ അടുത്ത് കഥ പറയാൻ വരികയാണ് കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ ചക്കര കുത്തുകളാണ്, എൻ്റെ ചക്കര തങ്ക കുട്ടികളാട്ടോ. കഥ കേൾക്കുന്ന എൻ്റെ കുട്ടികളൊക്കെ എനിക്ക് എല്ലാവരോടും ഇഷ്ടമുണ്ട് കേട്ടോ, സ്നേഹമുണ്ട് എല്ലാവരോടും. എൻ്റെ കുട്ടികളൊക്കെ ഇന്ന് ഞാൻ കണ്ടിട്ടോ, ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ അപ്പം കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. ഇപ്പം ആരടുത്തും പോകല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കലാണ്, ഇതാണ് പതിവ്. പിന്നെ എന്തൊക്കെയാ അങ്ങനെ ഫോണ് വെച്ച് പോയി. അപ്പോൾ ഹരി എന്ത് ചെയ്യും, വേഗം പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല കുളിയും ചിരിയും മുളിപ്പാട്ടും ഒക്കെ അവൾ വിളിച്ചപ്പോൾ നല്ല ഹാപ്പി കേട്ടോ, അവന് ഭയങ്കര ഹാപ്പി. അങ്ങനെ കടയിൽ പോയി ഹരിയേട്ടനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, കണക്കൊക്കെ നോക്കി സാലറിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. ആ ഹാപ്പി. എൻ്റെ പിന്നെ
ഹലോ. അപ്പൊ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് വിളിച്ച്, അപ്പൊ അവരിപ്പോഴാ പോയത്. ഇനി നമ്മളെ മോന് ചപ്പാത്തി ചുടണോ ഉണ്ണിയേട്ടനെ ചുടണോ. അപ്പൊ ഞാൻ അതിന് പോവാണ്. നാളെ കഥയായിട്ട് വരട്ടെ. എന്റെ കുട്ടികൾക്കൊക്കെ സുഖമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ് അവരെ വേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാരും നമ്മുടെ വീഡിയോ കാണണം. സുഖല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവർക്കും ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ കേട്ടോ. നമ്മുടെ കഥയിലെ ലാസ്റ്റ് ഭാഗമായപ്പോൾ ഞാൻ എൻ്റെ കഥയൊന്ന് ഞാൻ എഴുതി, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ. ഇതാണ് കേട്ടോ എൻ്റെ കഥയുടെ ഹെഡിങ്ങിൽ വരെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഗുനാന്ന് ആദ്യം ഒന്നും അങ്ങനെ എഴുതി കേട്ടോ. ഫസ്റ്റിലൊക്കെ ഇതാ നല്ല വൃത്തിക്ക് 4 അക്ഷരം കൊണ്ട് നിർത്തിച്ചിരിക്കും.